അതെ, ഈ പുതിയ പാസ്പോർട്ടുകാരുടെ പേര് ചേർക്കാൻ കഴിയാത്തത് ആ ഒരു പ്രശ്നം പരിഹരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്യുന്നതിലെ നിയന്ത്രണമാണ് ഇപ്പോൾ നീക്കിയത്. പാസ്പോർട്ടിൽ 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വരുന്ന നമ്പർ ഉള്ളവർക്ക് നേരത്തെ അപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇക്കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെ കമ്മീഷൻ വെബ്സൈറ്റിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സാജിദ് അജ്മൽ തന്നെയാണ് ചേരുന്നത്. സാജിദ്, നമ്മുടെ വാർത്ത പ്രവാസികൾക്ക്, പുതിയ പാസ്പോർട്ടുള്ള പ്രവാസികൾക്ക് വലിയ തുണയാവുകയാണ്. എങ്ങനെയുള്ള മാറ്റങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തിയിരിക്കുന്നത് ഇപ്പോൾ? നൗഫൽ, അമൃത, തീർച്ചയായും നമ്മുടെ വാർത്ത ഈ വലിയ പ്രയാസം നേരിടുന്ന പ്രവാസികൾക്ക് ആശ്വാസമാവുകയാണ്. കാരണം അവർ മിക്ക ആളുകളും വിദേശത്ത് ഇരുന്നാണ് ഈ ഓൺലൈൻ വഴി ഈ പാസ്പോർട്ട് ഇതിന് വേണ്ടി അപേക്ഷിക്കുന്ന SIRൽ ഇടം നേടാൻ വേണ്ടി അപേക്ഷിക്കുന്നത്. ഇതിൽ പുതിയ പാസ്പോർട്ട് ലഭിച്ച ആളുകൾക്ക് നേരത്തെ നൗഫൽ ഇൻട്രോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ 2 ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 2 അക്ഷരം വരുന്നതാണ് പുതിയ പാസ്പോർട്ട്. പഴയ പാസ്പോർട്ട് 1 ഇംഗ്ലീഷ് അക്ഷരവും ബാക്കിയെല്ലാം തന്നെ ഈ സംഖ്യകളായിരുന്നു. ഈ പുതിയ പാസ്പോർട്ട് പ്രകാരം അതിൽ 2 ഇംഗ്ലീഷ് അക്ഷരത്തിന് ശേഷം പിന്നീടാണ് സംഖ്യകൾ വരുന്നത്. അങ്ങനെ പഴയ രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് ഉള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പാസ്പോർട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. വലിയ ആശങ്കയിലായിരുന്നു. തങ്ങൾക്ക് SIRൽ നിന്ന് പുറത്തു പോകുമോ എന്ന വലിയൊരു ഭയമുണ്ടായിരുന്നു. ഈ വാർത്ത മീഡിയ വൺ ഗൗരവത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവരുടെ ഒരു സാങ്കേതികമായ മാറ്റമായിരുന്നു വേണ്ടിയിരുന്നത്. അത്തരം സാങ്കേതിക മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവിധ പാസ്പോർട്ടുകളും എൻട്രി ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അതോടുകൂടി പുതിയ പാസ്പോർട്ട് കൈവശമുള്ള ആളുകൾക്കും SIRന്റെ ഭാഗമായുള്ള അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നൗഫൽ, അമൃത.